നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചിങ്ങക്കൂറുകാരുടെ വേഴമാറ്റമാണ്. കാരണം ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ കാലുവരെ ഉള്ളതാണ് ചിങ്ങക്കൂറ്. അവർക്ക് വേഴൻ എന്ന് പറയുന്ന ഗ്രഹം 12-ലും 1-ലുമായിട്ടാണ് വരുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ദൈവഭക്തിയൊക്കെ ഉള്ളവരാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല. ചെറിയ കാര്യത്തിനും വലിയ സന്തോഷവും ചെറിയ കാര്യത്തിന് ഭയങ്കര വിഷമവും ദേഷ്യവും ഉള്ളവരാണ്. ഞാൻ പറഞ്ഞ കേൾക്കാൻ വേണ്ടിയുടെ വിരോധം തോന്നരുത്. സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. കാരണം 12-ലാണ് വേഴം വരുന്നത്. 12-ല് വേഴം വരുന്ന സമയം നമുക്ക് ഭയങ്കര സമ്പന്നന്മാരും ദരിദ്രന്മാരായി പോകുമെന്നാണ് പറയുന്നത്. 12-ാം വേഴത്തിൽ ഒരു കുട്ടി ജനിച്ചാലും വലിയ സമ്പത്തുള്ളൊരു കുടുംബത്തിൽ ജനിച്ചാലും അവരെ പൈസയൊക്കെ അവർ നഷ്ടപ്പെടുത്തിയില്ലെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് കുറേശ്ശെ ചോദിച്ചു വാങ്ങിച്ച് അവർ കൊണ്ടുപോയി ഇവർക്കൊന്നും ഇല്ലാതായി പോവുകയും ചെയ്യും. അങ്ങനെയുള്ള കുരുക്ക് വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 12 വേഴം നിന്നാൽ പാവം വ്യയഞ്ച പതനം നിരയം വാമ്പുകം സ്ഥാനപ്രംശഞ്ച വൈകല്യം ദോദശേന വിചിന്തി. പാവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശുദ്ധന്മാരാണെങ്കിലും ദുഷ്ടന്മാരായിപ്പോവും. പാവത്തരം കാണിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛനെ അടിച്ച് അമ്മച്ചി അടിച്ച് അത് പാവമായിപ്പോയി എന്ന് പറയും. അവരടിച്ചിട്ട് പാവമാണോ ചെയ്തതെന്ന് വിചാരിക്കരുത്. ആരോടും വിരോധിക്കാതിരുന്ന പ്രശ്നമില്ല. അങ്ങനെ നമുക്ക് എന്ത് ദുഷ്ടത്തരം ചെയ്യാനും മടിയില്ലാത്ത സ്വഭാവ രീതികൾ നമുക്ക് കിട്ടും. അതാണ് ഈ 12 വേഴം നിന്ന് ഹരിഭവനെ സഹജേവ ബൃഹദാമ്പത്യോ സ്ഥിതേ കലഹ നൃപപീഡ നിധനഗതേ ലഗ്നം ദിവ്യം വധുവേ. ലഗ്നത്തിൻ്റെയോ ബിന്ദു ചന്ദ്രൻ്റെയോ 12-ലെ വേഴം ജാതകത്തിലോ ജീവിതത്തിലോ സഞ്ചരിക്കുമ്പോൾ അത് വധോവയേനാണ്. വധോ എന്ന് വെച്ചാൽ ഒരാളെ കൊല്ലാൻ പോലും നമ്മളും മടിക്കൂല, നമ്മളെ കൊല്ലാൻ മറ്റുള്ളവരും മടിക്കൂല. കൊന്നളയുമോ എന്ന് വരെ സംശയിക്കേണ്ടുന്ന സമയമോ. അങ്ങനെ ഒരു ഡോക്ടറാണെങ്കിലും രോഗി ചികിത്സിച്ച രോഗി മരിച്ചു. ഒരു പോലീസുകാരനാണെങ്കിലും ഒരു പ്രതിയെ പിടിച്ചാൽ ചിലപ്പോൾ അറ്റാക്ക് വന്നാൽ തലയിടിച്ച് കൊണ്ടെന്ന് നോക്കും. അപ്പോൾ നമ്മളെ നിമിത്തമാണ് മറ്റുള്ളവർ മരിച്ചതെന്ന് നോക്കും. സ്കൂൾ അധ്യാപകരൊക്കെ സൂക്ഷിച്ചോണം. പിള്ളേരെ കണ്ണുരുത്തി കാണിച്ചാൽ അവർ കയറി ചത്തളഞ്ഞ ടീച്ചറുടെ വിരോധം കൊണ്ട് കൊച്ചു മരിച്ചതെന്ന് പറയും. അങ്ങനെ പല ഫ്രണ്ട്സായിരുന്നാലും ലവറായിരുന്നാലും ചില ആൾക്കാരുമായിരുന്നാലും ചെറിയ കാര്യം കൊണ്ട് വിരോധം കൊണ്ട് മരിച്ചു കളഞ്ഞാൽ നമുക്ക് പേര് ദോഷങ്ങൾ. ആരെങ്കിലും മരിച്ചാലെങ്കിലും സ്വസ്ഥത കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ വിചാരിക്കരുത്. ജീവിച്ചിരുന്നാൽ നമുക്കൊരു ശല്യവുമില്ല. മരിച്ചാലായിരിക്കും നമ്മളെ നിമിത്തം ചത്തയെന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കുരുക്ക് പിടിച്ചൊരു സമയമാണ്. പാവം വ്യയഞ്ചാന്ന് വെച്ചാൽ എത്ര കോടിപതി ആയിരുന്നാലും കയ്യിരിക്കുന്ന പൈസയൊക്കെ നഷ്ടപ്പെടും. തോന്നെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളെ ഇൻകം ടാക്സും ED ഒക്കെ വന്ന് പിടിച്ചറസ്റ്റ് ചെയ്ത് ഉള്ളത് പിടിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കും. ഒരു പൈസയില്ല, കടമാണോ ലോണൊന്നും അടയ്ക്കാൻ നിവർത്തിയില്ലെങ്കിൽ ബാങ്കുകാർ ജപ്തിക്ക് വരും. അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക കുരുക്കുകൾ ഉള്ളതാണ്. ചിട്ടിയിലും സാമ്പത്തിക ഇടപാടുകളിലൊക്കെ സൂക്ഷിക്കണം. ആളുകൾ നമ്മളെ പറ്റിച്ച് കളയും, ബാങ്കുകാർ പറ്റിച്ച് കളയും. അതേപോലെ പല പാർട്ട്ണർമാരും പറ്റിച്ച് കളയും. നമ്മളെ പറ്റിക്കാനൊന്നും പറ്റൂലെന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങൾ. കാരണം ചിങ്ങക്കൂറ് സിംഹമാണ്, എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ തലപ്പുറത്തിരിക്കാനേ പറ്റും. മൂടത്തറി ഒലിച്ചങ്ങ് പോവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സമയമാണ്. വ്യയഞ്ച പതനം. പതനം എന്ന് വെച്ചാൽ 2 പതനമുണ്ട്. നമ്മുടെ സാമ്പത്തികമായിട്ട് അത് പതിക്കുന്നത്. ജോലിയിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടാതെ, സാലറി കിട്ടാതെ അത് റിസൈൻ ചെയ്ത് പോരുന്ന അവസ്ഥ. ചിലവർക്ക് അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സമയം. നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയ ഒരു വലിയ സാമ്രാജ്യം ഒരു നിമിഷം കൊണ്ട് വേണ്ടാതെ നമുക്ക് തോന്നിപ്പോകുന്ന സമയം. ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിൽ ജോലിയൊക്കെ കണക്റ്റ് വരാൻ തോന്നിപ്പോകും. കാരണം ജോലിയിലുള്ള കൂടുതലുമായിട്ടുള്ള പീഡനങ്ങൾ, തൊഴിലാളിയും മുതലാളിയൊക്കെ പീഡിപ്പിക്കുന്ന അവസ്ഥ, ഉപദ്രവിക്കുന്ന അവസ്ഥ, നമുക്ക് ശല്യം, നമുക്കെതിരെ നടപടി, കേസ്, ഉദ്യോഗ നഷ്ടങ്ങൾ, അധികാര നഷ്ടങ്ങൾ, പണനഷ്ടങ്ങൾ, പേരുദോഷങ്ങൾ, കള്ളക്കേസുകൾ, ജയിൽവാസങ്ങൾ, ഇതൊക്കെ ഉള്ള സമയം. അതുകൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിക്കുക. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റും. ആര് വിചാരിച്ചാൽ പറ്റും നമ്മളെ രക്ഷിക്കാൻ?
ഈശ്വരൻ വിചാരിച്ചാലും പറ്റും, നമ്മൾ വിചാരിച്ചാലും പറ്റും. അപ്പോൾ ഈ സമയത്ത് ഈശ്വരനെ വിളിച്ച ഈശ്വരനും മിണ്ടാതിരിക്കുന്ന സമയമാണ്. കാരണം എന്താ പറയുക, ഈ 12 വേഴം വരുമ്പോൾ ഈശ്വരാനുകൂല്യം കുറഞ്ഞു പോകും. കൃത്യമായിട്ടുള്ള ജപം, തപം, അനുഷ്ഠാനം, ആചാരം നടത്തണവർക്ക് അമ്പലത്തിൽ പോകാൻ സമയം കിട്ടൂല, പ്രാർത്ഥിക്കാൻ സമയം കിട്ടൂല, അതെല്ലാം നമ്മളെ കാര്യങ്ങൾ മുടങ്ങിപ്പോകും. അതുകൊണ്ട് ഒരു ഇതുപോലുള്ള സമയത്തൂടെ ഭഗവാനെ കൂടെയൊക്കെ ഭജിച്ച് ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചു പോയാൽ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ പാവം, വ്യയഞ്ച, പതനം, വീഴ്ച, ഒടിവ്, അപകടമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വണ്ടി ഓട്ടിക്കുന്നത്, ഉയരപ്പുറത്ത് കയറുന്നത്, സ്റ്റെപ്പ് ഇറങ്ങുന്നത്, കയറുന്നത്, അപകടം പതിയിരിക്കുന്ന ജോലികൾ ചെയ്യുന്നതൊക്കെ സൂക്ഷിക്കും. അതേപോലെ സ്ഥാനപ്രംശഞ്ച വൈകല്യം, നാട് വിട്ടു പോകണം, വീട് വിട്ടു പോകണമെന്നൊക്കെ, വീടും വസ്തുവും വിറ്റുപറക്കി പോകണതും ഇങ്ങനെയുള്ള സമയങ്ങളാണ്. വിട്ടുമാറി പോകണതും ഇങ്ങനെയുള്ള സമയം. പിന്നെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശയാത്ര സാധിക്കും. പക്ഷെ അവിടെ പോയാൽ നമുക്ക് സാലറിയോ പ്രോഫിറ്റോ മെച്ചമൊന്നും കിട്ടാതെ അവിടെയും കിടന്ന് നമുക്ക് കഷ്ടപ്പെടേണ്ടി വരും. അവിടുത്തെ PR കിട്ടാനും സിറ്റിസൺഷിപ്പ് കിട്ടാനും അവിടുത്തെ ജോലി കിട്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുള്ള ആളാണ്, ആ സമയമാണ്. ഈ സമയത്ത് നമ്മൾ വലിയ പ്രതീക്ഷകളുമായിട്ടാണ് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന സമയമാണ്. ആഗ്രഹം നമുക്ക് നല്ലതാണ്, പക്ഷേ നല്ല സമയങ്ങളിൽ എളുപ്പത്തിനെല്ലാം നേടിയെടുക്കാൻ പറ്റും. ഈ ഗ്രഹപ്പഴയുള്ള സമയങ്ങളിൽ നമുക്കൊന്നും, നമ്മൾ ഓക്കെ ആണെങ്കിലും നമ്മൾക്ക് ഒരു ജോലി കിട്ടിയാലേ ജോലി ചെയ്യാൻ പറ്റൂ, ഒരു അഡ്മിഷൻ കിട്ടിയാലേ പഠിക്കാൻ പറ്റൂ, ഒരു ലൈസൻസ് കിട്ടിയാലേ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനും ഒരു തടസ്സമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നഖം നനയാതെ നട്ടയെടുക്കണമെന്ന് ആൾക്കാർ പറയും. അതങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ ഉള്ള കാര്യങ്ങൾ, ജോലികൾ, അവസരങ്ങൾ നിലനിർത്തിക്കൊണ്ട് പുതിയ പുതിയ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നല്ലൊരു ജോലി കിട്ടിയാൽ നമുക്ക് ചാടിയപ്പുറത്ത് പോകാൻ കുഴപ്പമില്ല. ഒരു ജോലി കളയിട്ട് വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ ചിലപ്പം ചവിട്ടിയിടോ ഇല്ല, പിടിച്ചിടോ ഇല്ലാത്ത ഒറ്റകടം മറിഞ്ഞു പോകും. അപ്പം അങ്ങനെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ വേഴം ധനകാരകനും ഭാഗ്യകാരകനും സന്താനകാരകനും ഒക്കെയാണ്. അപ്പോൾ ധനത്തിന് നഷ്ടം വരും. സന്താനങ്ങളുമായിട്ട് കലഹവും വിരോധവും ഒന്നും കാണിക്കരുത്. കാരണം പിള്ളേരെ കലപിച്ച് പോകുന്നത് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. കാരണം മക്കൾ മരിച്ച് വേർപെടുകയോ കലഹിച്ച് വേർപെടുകയോ ചെയ്യുന്ന സമയം, അപ്പോൾ പിള്ളേർ മരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു കാരണക്കാരായിട്ട് നിന്നാൽ ദോഷമല്ലേ. പിള്ളേർ അത് പഠിക്കാൻ ഞാൻ പൈസ തരൂല, ഇത് ചെയ്യാൻ ഞാൻ പൈസ തരൂല എന്ന് പറയും. പിന്നെ പിള്ളേർക്ക് കാറ് വേണം, മൊബൈൽ വേണം, ബൈക്ക് വേണം, വിദേശത്ത് പോകണമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതെല്ലാം സഹായിച്ചു കൊടുക്കാമെന്ന് സന്തോഷത്തോടു കൂടി പറഞ്ഞാൽ മതി. അപ്പം അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ അമ്മ സമ്മതിച്ചെന്നൊരു സന്തോഷം മാത്രം മതി. പിള്ളേരുടെ വിരോധവും കിട്ടൂല. നമ്മൾ പൈസയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പൈസ റെഡിയാകുമ്പോൾ ഇപ്പം പോവാമെന്ന് പിള്ളേരും വിചാരിക്കും. ആ സമയത്ത് അവർക്ക് സമയദോഷങ്ങളൊക്കെ മാറി അവരുടെ ഭാഗ്യം കൊണ്ടൊരു നല്ല അഡ്മിഷനാണ്, ജോലിയാണ് കിട്ടിയ അതിൻ്റെ പുറകെ പിള്ളേരും പോവും, നമുക്ക് സ്വസ്ഥതയും കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഐഡിയകൾ നമ്മൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. പിള്ളേർക്ക് തന്നെ എന്തെങ്കിലും പ്രേമോ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ കല്യാണമൊന്നും മുടക്കാൻ പോകില്ല. അവരെങ്ങനെയെങ്കിലും കെട്ടണമെങ്കിൽ കെട്ടിക്കോട്ടെ, പോകണമെങ്കിൽ പോട്ട്. കാരണം ഇനി കല്യാണം നടത്തിയില്ലെന്നും കൊണ്ട് അതിന് കയറി ആത്മഹത്യ ചെയ്താൽ അതും നമുക്ക് വിഷമമാണ്. അങ്ങനെ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത പല കുരുക്കുകളും ഉണ്ട്. അതുകൊണ്ട് സന്താന ഗോപാലമൂർത്തി പൂജ, ഐശ്വര്യ പൂജ, ഭാഗ്യസൂക്ത ജപം, ഐക്യമത്യ സൂക്ത ജപം ഒക്കെ നമ്മൾ ചെയ്യുകയും അല്ലെങ്കിൽ ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ ചെയ്യിപ്പിക്കുകയും നമ്മളെ സമ്പത്തും സന്തതിക്കും ഒരു വിഷമവും വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. പിന്നെ വേഴം 2026 10-ാം മാസം മുതൽ ജനിച്ച കൂറിലോട്ട് വേഴം വരും. അത് 2027 ജനുവരി വരെ അവിടെ നിൽക്കും. 10-ാം മാസം മുതൽ ജനുവരി വരെ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് അനുകൂലം കിട്ടും. ഇപ്പോൾ കുറച്ച് അനുകൂലം കിട്ടണം. എങ്ങനെ? സുഖസ്ഥിതി ചെയ്യാം, ആരോഗ്യാർത്ഥ സമ്പത്തയ, കീർത്തിസ്ഥാന വിശേഷ ലബ്ധിരിതി വിജ്ഞയങ്കൽ പ്രത്യ. സുഖസ്ഥിച്ച ഈ മഹാരോഗിയെ പോലെ കിടന്നിഴയണവർക്കൊക്കെ രോഗമൊക്കെ മാറി കിട്ടും. അപ്പോൾ സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന സമയമാണ് വേഴൻ 12 നിൽക്കുന്ന സമയം. നമ്മൾ മരുന്നും മന്ത്രവും ചെയ്ത സർജറി ഇല്ലാതെ തന്നെ ദോഷങ്ങൾ മാറി കിട്ടും. സർജറി ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നാൽ അത് പിന്നെ ജീവിതകാലം മൊത്തം നമ്മളൊരു രോഗിയെ പോലെ ആയിപ്പോകും. ചെയ്യാതെ തന്നെ രോഗം മാറിയാലാ, രോഗം മാറി ആരോഗ്യം കിട്ടൂലേ. അപ്പോൾ സുഖസ്ഥിതി കിട്ടും, ജയം കിട്ടും, ആരോഗ്യം കിട്ടും, അർത്ഥസമ്പത്തുകൾ കിട്ടും, കീർത്തി കിട്ടും. വിശേഷ ലബ്ധി രീതി വിജ്ഞയങ്കലു പ്രചരം. വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ
കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടൊന്നും നമുക്ക് പെട്ടെന്ന് ഒരിക്കലും നേടി ജയിക്കാൻ പറ്റാത്തതും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന വസ്തു, ധനം, ജോലി, അധികാരം, അപൂർത്തി, സമ്പത്ത്, സൗഭാഗ്യം, സന്തതിക്ക് ഐശ്വര്യം, വിദ്യ, ഉദ്യോഗം, പുരോഗതി, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള യോഗം, സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കേട്ടു. മക്കൾ അല്പസന്താന യോഗമാണ് ചിങ്ങക്കൂറുകാർക്ക്. ഒരു പണ്ട് 10ഉം 12ഉം മക്കളുള്ള കാലത്തും ചിങ്ങക്കൂർക്ക് എന്താണ് അല്പസന്താന യോഗം ഉള്ളതെന്നാണ്. അവർക്ക് മക്കളൊന്നും വേണ്ടാന്ന് വരെ തോന്നുന്നവരാണ്. പക്ഷെ മക്കൾ വേണം. ഇന്നത്തെ കാലത്ത് വേറെ ബന്ധുക്കളാരുമില്ല. നമ്മളെ കാലം കഴിഞ്ഞാൽ പിള്ളേർക്ക് ആരും ഇല്ലെന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ പോകുന്നത്. നമുക്കും ആരുമില്ല, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, മക്കൾ വേണ്ട എന്ന് വിചാരിക്കണവർക്ക്. യൗവനവും കൗമാരവും വാർദ്ധക്യം വരെയൊക്കെ ഏകദേശം വരും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മളെ ഗതി അധോഗതിയായിപ്പോവും. മക്കളും കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മക്കളെ സ്നേഹിച്ച് എങ്ങനെ വളർത്തുന്നു അതേപോലെ പിള്ളേരും നമ്മളെ സ്നേഹിച്ച് കൊണ്ടുവിടാം. നമ്മൾ പിള്ളേരെ എത്രത്തോളം ഉപദ്രവിക്കുകയോ വിരോധിക്കുകയോ അത്രത്തോളം പിള്ളേരും നമ്മളോട് വിരോധം കാണിക്കും. അതുകൊണ്ട് സ്നേഹമായിട്ട് മക്കളും കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ടെങ്കിലും സമൂഹത്തിൽ രക്ഷപ്പെടാനും ജീവിക്കാനും പറ്റും. മാപ്പിളയും മക്കളും ബന്ധമൊന്നും വേണ്ടാന്ന് വിചാരിക്കുന്നവരുടെ കാര്യം അധോഗതിയാണ്. ഏതെങ്കിലും ആശ്രമത്തിലോ അനാഥ മന്ദിരത്തിലോ അവരുടെ ജീവിതവും സ്വത്തും വകയൊക്കെ അവിടെ അവസാനിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, പല പല മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും കഥ രാജ്യത്തൊട്ടാകെ നമുക്ക് കണ്ടറിയാം, ലോകത്തൊട്ടാകെ പല കോടീശ്വരന്മാരുടെ സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം വേണം. അപ്പോൾ ഈ സമയത്ത് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ തടസ്സം മാറാനും ഐശ്വര്യ അഭിവൃദ്ധിക്കും വേണ്ടി നമ്മൾ തന്നെ പ്രാർത്ഥനകൾ ചെയ്യണം. അമ്പലത്തിൽ പോകണം, വിഷ്ണുവിനെ ഭജിക്കണം. 12 വേഴം നിൽക്കുന്നത് കൊണ്ട് ആർക്കും ജാമ്യം നിൽക്കാനും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, റിയൽ എസ്റ്റേറ്റുകൾ, ഷെയർ മാർക്കറ്റുകൾ ഇതിലൊക്കെ ചെന്ന് പൈസ കൊണ്ട് കൊടുക്കരുത്. ആർക്കും ജാമ്യം നിൽക്കാൻ പോകരുത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മളെ മനസ്സിനെ ഇല്ല സുനാമി വന്ന് അടിച്ച് കിടത്തും കണക്ക് കിടത്തി പൈസ എത്രയും നഷ്ടപ്പെട്ടു പോകും കണക്കുള്ള പ്രയാസമുള്ളവർ. ആര് പറഞ്ഞാലും അനുസരിക്കാത്തവരാണ് ചിങ്ങക്കൂറുകാർ. സ്വന്തം ഇഷ്ടവും താല്പര്യവുമാണ് അവർ ചെയ്യുന്നത്. അപ്പം നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ 1, 2, 3 തവണ വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതി. നമുക്ക് വലിയ കുരുക്കിൽ നിന്നും ദോഷങ്ങളിൽ നിന്നുമൊക്കെ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് കുടുംബത്തിനും സന്താനത്തിനും ഐശ്വര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യണം. കാലഭൈരവ സ്വാമിയെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഈ പറയുന്ന ദോഷങ്ങൾ, വേഴമാറ്റം, നമുക്ക് വേഴം 12, ശനി 8 സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ശനി 8 നിന്നാൽ 8ൻ്റെ പണി കിട്ടുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് 2 ഗ്രഹങ്ങളാണ് നമുക്ക് പിഴച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയം, കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ മാസം തോറും വരാൻ പറ്റുന്നവർ വന്ന് തൊഴുവണം. ഇല്ലാത്തവർ അമാവാസി പൂജ, നവഗ്രഹ പൂജ, മൃത്യുഞ്ജയോമം, സന്താന ഗോപാലമൂർത്തി പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ പിള്ളേർക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.